പ്രിയ വിദ്യാർത്ഥികളെ, ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ജോഗ്രഫി പാർട്ട് വിച്ച് വി ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ഇറ്റ് വാസ് ദ ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം. ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് till the area equinoxes. In our last class, we already discussed and learned about the term equinoxes. There are 2 days in a year, March 21 and September 23. It is called as equinoxes. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. These are the days both of the hemisphere receiving the equal amount of sunlight, and as a result of this, in both hemisphere the length of the day and night will be equal, and hence it is called as the equinoxes. വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു, സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. രണ്ട് അർദ്ധഗോളങ്ങളിലും ഈ രണ്ട് ദിവസങ്ങളിലും ലഭ്യമാകുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് ഒരേ തോതിലായിരിക്കും. സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് അർദ്ധഗോളങ്ങളിലും എന്ത് ലഭിക്കുന്നു? ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. നെക്സ്റ്റ് we need to learn about the apparent movement of the sun, and in accordance of the apparent movement of the sun there are 4 particular seasons. Just we started in the last class itself. Okay, the major seasons are summer, winter, spring and autumn. ഇവയാണ് 4 സീസൺ, 4 ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഋതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നാമത്തേത് സമ്മറാണ്, വേനൽക്കാലമാണ്. പിന്നീട് എന്താണ്? വിന്റർ, ശൈത്യകാലമാണ്. പിന്നെ സ്പ്രിംഗ്, വസന്തമാണ്. അതേപോലെ തന്നെ എന്താണ്? ഓട്ടം അഥവാ ഹേമന്തകാലം എന്ന് പറയുന്നു. എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട സീസണുകളെ പറ്റി, ഋതുക്കളെ പറ്റിയാണ് നമുക്കിവിടെ അടുത്ത ഭാഗമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us start how it is the occurrences of different seasons in our country, or the occurrence of different seasons. Okay, let's say the first one, as we discussed it, the apparent movement of the sun shifts from the equator to the northern hemisphere. As we discussed it, okay, March 21, the position of the sun will be vertically above on the equator. Okay, from March 21 onwards, the sun starts shifting from the equator to the Tropic of Cancer, as we discussed in the last class. If required, once again I am writing here. You can see here. Let's say that it is the equator. It is the equator. March 21, as we discussed it here, the day of equinox. So March 21 onwards, the sun starts shifting from the equator to the Tropic of Cancer. We know that what it is called as the Tropic of Cancer. As we learned in the last class, it is the 23.5 degree northern hemisphere. 23.5 ഡിഗ്രി എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലുള്ള ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് 21 മുതൽ സൂര്യന്റെ സ്ഥാനം ഇക്വേറ്ററിന്റെ മുകളിൽ നിന്നും എങ്ങോട്ട് മാറി തുടങ്ങുന്നു? ഉത്തരാർദ്ധഗോളത്തിലേക്ക് മാറി തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ മാർച്ച് 21 മുതൽ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്ഥാനചലനം ആരംഭിക്കുന്നു. എന്നിട്ട് കൃത്യമായിട്ട് 3 മാസത്തെ ഇടവേളയിൽ മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 21 ആകുമ്പോഴേക്കും സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? വെർട്ടിക്കലി അബവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, the position of the sun. So what it is the, which are the seasons experiencing those days or during this time? Okay, let's say that while the sun is started to shifting from the equator to the Tropic of Cancer, it is during March 21 and June 21. Once again, March 21, the position of the sun will be vertically above on the equator, as you seen here. And March 21 onwards, the sun is starting to shift to the Tropic of Capricorn. Okay, and
exactly June 21, the position of the sun vertically above on the Tropic of Tropic of Cancer. Okay, അതായത് മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്കുള്ള അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ കൃത്യം ജൂൺ 21 ആകുമ്പോഴേക്കും എവിടെ എത്തുന്നു? ഉത്തരായന രേഖയുടെ നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡ്യൂറിങ് ദിസ് പീരീഡ്, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള സമയത്തിനിടയ്ക്ക് സൂര്യൻ്റെ സ്ഥാനം എവിടെ നിന്നും എങ്ങോട്ട് മാറുന്നു? ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സൂര്യൻ്റെ സ്ഥാനം മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത് ഏത് സീസണാണ്? ഏതു കാലമാണ്? ഏത് ഋതുവാണ് അനുഭവപ്പെടുന്നത്? സ്പ്രിംഗ് സീസണാണ്. വസന്തകാലമായിരിക്കും എവിടെ അനുഭവപ്പെടുക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുക. അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് കാലമായിരിക്കും അനുഭവപ്പെടുന്നത്? ഓട്ടം സീസൺ ആയിരിക്കും അനുഭവപ്പെടുന്നത്. ആൻഡ് some more thing we need to understand about this spring and autumn season. What will be the amount of the sunshine or sun rays receiving in the both hemisphere? രണ്ട് അർദ്ധഗോളങ്ങളിലും ഈ പറയുന്ന മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ അനുഭവപ്പെടുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ്സ് ഫ്രം മാർച്ച് 21 ടു ജൂൺ 21. The sun will be vertically above the Tropic of Cancer on June 21, as I explained you. This day known as the summer solstice. This day is known as the summer solstice. ഇങ്ങനെ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. ഈ ദിവസത്തിന് പറയുന്ന പേരാണ് എന്ത് എന്നത്? ഈ ദിവസത്തിന് പറയുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് എന്ത് എന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നു. അതായത് ഈ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മളിവിടെ പഠിച്ചല്ലോ, ഈ രണ്ട് ദിവസത്തിനെയും പ്രത്യേകതകൾ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ജൂൺ 21 പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ജൂൺ 21 ആയിരിക്കും ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതലായിരിക്കും ജൂൺ 21. അതേസമയം രാത്രിയുടെ ദൈർഘ്യം ഏറ്റവും കുറവുമായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ, അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും അതേപോലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു എങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ജൂൺ 21 അനുഭവപ്പെടുന്നത് ഏതു തരത്തിലുള്ള സ്ഥിതിവിശേഷമായിരിക്കും? അപ്പോൾ ഇവിടെ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നു ജൂൺ 21, അഥവാ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നു. ആൻഡ് വൈ ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് ഡേ ആൻഡ് ദ shortest night experiencing on the northern hemisphere on June 21. Its reason is, on June 21 the position of the sun will be vertically over or vertically above on the Tropic of Cancer. Because of this, the northern hemisphere experiencing the lengthiest day and the shortest night. Is it clear? Hope it is clear. Okay, and next again the position of the sun will be changing gradually. As we discussed it till here, the position of the sun on June 21, it is vertically above on the Tropic of Cancer. Again, June 21 to September 23. June 21 to September 23, the sun gradually shifts from the Tropic of Cancer to the equator. അതായത് നേരത്തെ ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലുള്ള സൂര്യൻ്റെ സ്ഥാനം ജൂൺ 21 മുതൽ വീണ്ടും എങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ തുടങ്ങുന്നു? ഭൂമധ്യരേഖയ്ക്ക് മുകളിലേക്ക് തന്നെ തിരിച്ചു വരാൻ തുടങ്ങുന്നു. ഓക്കെ, ഇങ്ങനെ ജൂൺ 21
ഭൂമധ്യരേഖാ ഭാഗത്തേക്കുള്ള സൂര്യൻ്റെ ഷിഫ്റ്റിംഗ് സ്ഥാനചലനം ആരംഭിക്കുന്നു. അങ്ങനെ സെപ്റ്റംബർ 23 ആകുമ്പോൾ കൃത്യമായിട്ട് സൂര്യൻ്റെ സ്ഥാനം എവിടെ എത്തുന്നു? ഇക്വേറ്ററിൻ്റെ നേരെ മുകളിലായിരിക്കുകയും ചെയ്യും. ആ ഇക്വേറ്ററിൻ്റെ നേരെ മുകളിലായിരിക്കുന്ന സെപ്റ്റംബർ 23-നെയാണ് നമ്മൾ ഈക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ എന്ന് നേരത്തെ പഠിച്ചിരിക്കുന്നത്, സമരാത്ര ദിനങ്ങൾ എന്ന് നേരത്തെ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയുള്ള ഋതുക്കളാണ് രണ്ട് ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്നത് എന്ന് നോക്കാം. അതായത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖാ ഭാഗത്തേക്ക് സൂര്യൻ്റെ സ്ഥാനം ഷിഫ്റ്റ് ചെയ്യുന്നു. കൃത്യം സെപ്റ്റംബർ 23-ന് സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റിംഗ് ടൈമിൽ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? നല്ല കടുത്ത വേനൽക്കാലമായിരിക്കും അനുഭവപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ സമ്മർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ജൂൺ 21 ടു സെപ്റ്റംബർ 23 ആൻഡ് ഇറ്റ് ഈസ് ദ വിന്റർ സീസൺ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ജൂൺ 21 ടു സെപ്റ്റംബർ 23. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് സീസണാണോ അനുഭവപ്പെടുന്നത് അതിൻ്റെ നേർ വിപരീതമായിരിക്കുന്ന സീസൺ ആയിരിക്കും എപ്പോഴും എവിടെ അനുഭവപ്പെടുക? സദേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുക. അപ്പോൾ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായിരിക്കും. അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തുമായിരിക്കും? തണുപ്പ് കാലം, ശൈത്യകാലവും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, but it is something more about this time. From June 21 onwards, the sun shifts from the Tropic of Cancer towards the equator and reaches vertically over the equator on September 23. As the sun is in the northern hemisphere, from March to September, it will be summer in the northern hemisphere. So, March to September, it will be സമ്മർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് 21 മുതൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിലേക്ക് മാറുന്നു. പിന്നീട് ജൂൺ 21 മുതൽ വീണ്ടും സൂര്യൻ എവിടേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു? ഭൂമധ്യരേഖയിലേക്ക് തന്നെ സെപ്റ്റംബർ 23 കൂടി തിരിച്ചെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 6 മാസക്കാലം, ഒരു 3 മാസം, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ളൊരു കാലം എവിടുന്ന് എവിടേക്ക് നീങ്ങുന്നു? സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് നീങ്ങുന്നു. പിന്നീട് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലം എങ്ങോട്ട് നീങ്ങുന്നു? നേരെ തിരിച്ച് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്കും സൂര്യൻ്റെ സ്ഥാനം മാറുന്നു. എനിഹൗ we can say that the position of the sun will be during these 6 months where the position is in the northern hemisphere. As a result of this, during these 6 months, it means March 21 to September 23, these 6 months, it is the summer season in the northern hemisphere. It is the summer season in the, generally we can say that, northern hemisphere. And during that same time, it is the winter season in the southern hemisphere. Okay, from June 21 onwards, as it is already explained to you. Okay, as the sun in the northern hemisphere, from March to September, it will be summer in the northern hemisphere. Okay, March to September, the position of the sun will be in the northern hemisphere and it is the summer in the northern hemisphere. Okay, and next, the sun continues its apparent movement from the equator to the southern hemisphere. So these 6 months the position of the sun will be in the northern hemisphere, and from September 23 the sun start to shift to the southern hemisphere. Okay, and September 23 to December 23, during these 3 months the sun is moving from the equator to the Tropic of Capricorn. അതായത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. സൂര്യൻ ഇങ്ങനെ വരുന്നതായിട്ടാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള കാലാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും രണ്ട് ഹെമിസ്ഫിയറിലും? അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും ഈ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്. അതേസമയം ഉത്തരാർദ്ധഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങളെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നു? സോ ദ സൺ റീച്ചസ് വെർട്ടിക്കലി എബവ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓൺ ഡിസംബർ 22. അതായത് സെപ്റ്റംബർ 23 ഇവിടെ നിന്നും ഇവിടേക്ക് പ്രയാണം തുടങ്ങി ഡിസംബർ 22 ആകുമ്പോഴേക്കും കൃത്യമായിട്ട് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾട്ടൈസ്. ഈ ദിവസത്തിന് പറയുന്ന പേരാണ് എന്ത് എന്നത്? വിന്റർ സോൾട്ടൈസ് എന്ന് പറയുന്നു, അഥവാ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നു. സെപ്റ്റംബർ ടു ഡിസംബർ, ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ചേഞ്ചിങ്. അതായത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടത്തിൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് മാറുന്നു. അങ്ങനെ ഡിസംബർ 22 കൃത്യമായി സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസംബർ 22 എന്ത് എന്നറിയപ്പെടുന്നു? ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ ആയിരിക്കും, ഹേമന്തകാലമായിരിക്കും അനുഭവപ്പെടുക. അതേസമയം സദേൺ ഹെമിസ്ഫിയറിൽ എന്തുമായിരിക്കും അനുഭവപ്പെടുക? സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലമായിരിക്കും അനുഭവപ്പെടുക. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്ന സൂര്യൻ, അതായത് ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ഇക്വേറ്റർ ദ സൺ ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം ഡിസംബർ 22 ടു മാർച്ച് 21. അതായത് ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരുന്ന സൂര്യൻ ഡിസംബർ 22 മുതൽ തന്നെ എങ്ങോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്നു? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു. അങ്ങനെ മാർച്ച് 21 തിരിച്ച് വീണ്ടും എവിടെ എത്തുന്നു? ഭൂമധ്യരേഖയുടെ നേർമുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ പൊസിഷൻ ഓഫ് ദ സൺ വിൽ ബി ചേഞ്ചിങ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ഇക്വേറ്റർ, ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് ദ വിന്റർ സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ and summer season in the southern hemisphere. Okay, hope it is clear. And next part we need to understand something about the specialities of the seasons spring and autumn. അതായത് വസന്തകാലവും ഹേമന്തകാലവും ഈ രണ്ട് കാലങ്ങളുടെയും അല്ലെങ്കിൽ ഈ രണ്ട് ഋതുക്കളുടെയും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആർ ദ ടു ട്രാൻസിഷൻ സീസൺസ്. സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആർ ദ two transition seasons. Spring is the season of transition from winter to summer. Spring is the season of transition from winter to summer. അതായത് തണുപ്പ് കാലത്തിൽ നിന്നും ചൂടുകാലത്തിലേക്ക് മാറുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ ഋതുക്കൾ മാറുന്ന ആ ഒരു ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു ടൈമിനെയാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വസന്തകാലം എന്ന് പറയുന്നത്. മെല്ലെ മെല്ലെ നേരത്തെ നല്ല തണുപ്പായിരുന്നത് എന്തായി മാറുന്നു? കടുത്ത ശൈത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മെല്ലെ മെല്ലെ. പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ചൂടുകാലം മാറിയിട്ട് തണുപ്പ് കാലമാകുന്നത്, അല്ലെങ്കിൽ തണുപ്പ് കാലം മാറിയിട്ട് ചൂടുകാലമാകുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദിസ് ടൈം പ്ലാന്റ്സ് സ്പ്രൗട്ടിംഗ് മാംഗോ ട്രീസ് ബ്ലൂമിംഗ് ആൻഡ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ബിയറിംഗ് ബഡ്സ് ആൻഡ് ദ ലൈക്ക്. These are the peculiarities of the spring season. Okay, generally March and April are the summer months in the northern hemisphere. Okay, അതായത് സസ്യങ്ങളൊക്കെ പുഷ്പിക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം എന്ന് പറയുന്നത്. ഓക്കെ, മാവുകളൊക്കെ പൂക്കുന്നു, ചെറിയ ചെറിയ മാങ്ങയുടെ ഉണ്ണികളൊക്കെ വിരിയുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം വിന്റർ ടു സമ്മർ. അതായത് ശൈത്യകാലഘട്ടത്തിൽ നിന്നും ചൂട് കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? വിന്റർ ടൈം, അതായത് ശൈത്യകാലം, സ്പ്രിംഗ് ടൈം, വസന്തകാലം സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓട്ടം. ഓട്ടം മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം ദ സെവറിറ്റി ഓഫ് സമ്മർ ടുവേർഡ്സ് വിന്റർ. സമ്മർ ടുവേർഡ്സ് വിന്റർ, അതായത് നല്ല ചൂടുള്ള കാലഘട്ടം. ആ ചൂടുള്ള കാലഘട്ടത്തിൽ നിന്നും ഏതിലേക്ക് മാറുന്നു? ഏത് കാലത്തിലേക്ക് മാറുന്നു? ശൈത്യകാലത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മളിവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഓട്ടം സീസൺ, അതായത് ഇവിടെ ഓട്ടം സീസണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂറിങ് ദിസ് പീരീഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ഡ്യൂറിങ് ദിസ് പീരീഡ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ഇറ്റ് മീൻസ് ഈ സമയത്ത് എന്തായിരിക്കും? സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ചൂട് വളരെയധികം കുറഞ്ഞു വരും. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് സൂര്യപ്രകാശം അല്ലെങ്കിൽ ചൂട് കുറഞ്ഞ് അനുഭവപ്പെടുകയും ചെയ്യും. ദിസ് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്. പകൽ സമയം കുറവുമായും ഇരിക്കും, അതേപോലെ രാത്രി സമയം കൂടുതലുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, ദ ഷെഡിങ് ഓഫ് ലീവ്സ് ഈസ് എ ഫോം ഓഫ് അഡാപ്റ്റേഷൻ ടു സർവൈവ് ദ ഫോർത്ത് കമ്മിങ് വിൻ്റർ. അതായത് വരാൻ പോകുന്ന അതിശൈത്യത്തെ നേരിടാൻ വേണ്ടി വൃക്ഷങ്ങളൊക്കെ തന്നെ ഇലപൊഴിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഹേമന്തകാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഒക്ടോബർ ടു നവംബർ. നോർത്തേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ദ ഓട്ടം സീസൺ. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസൺ അനുഭവപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് ദ റിസൾട്ടന്റ് സീസൺസ് ആർ എ സൈക്ലിക് ഫിനോമിന. ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് ദ റിസൾട്ടന്റ് സീസൺസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അയനവും, സൂര്യൻ അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂര്യൻ്റെ അയനം, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യൻ്റെ അയനത്തെ തുടർന്നാണ് ചാക്രികമായിട്ട് അനുഭവപ്പെടുന്നത്? സീസൺ അല്ലെങ്കിൽ കാലങ്ങൾ, ഋതുക്കൾ മാറി അനുഭവപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ദക്ഷിണായനം ആൻഡ് ഉത്തരായനം. ദക്ഷിണായനം ആൻഡ് ഉത്തരായനം, two terms we need to understand. What it is called as the term Dakshinaayanam and what it is called as the Uttarayanam. Okay, the first one, it is nothing, as we already discussed it. It is the movement of the sun from the Tropic of Capricorn to the Tropic of Cancer and from the Tropic of Cancer to the Tropic of Capricorn. അതായത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ ഈ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നും എവിടേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ ഉത്തരായനം എന്ന് വിളിക്കുന്നത്. അതേപോലെ എന്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. The term ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. Okay, as we discussed it till here, on December 22, the position of the sun on vertically above the Tropic of Capricorn. Okay, and December 22 onwards, the sun starts shifting from Tropic of Capricorn to the Tropic of Cancer. From here to here, sun is starting. It is from December 22 to June 21 during this time, this period. It means the sun starts its northward shifting from the Tropic of Capricorn on December 22 and reaches on vertically above Tropic of Cancer on June 21. This northward movement of the sun from the Tropic of Capricorn to Tropic of Cancer is termed as Uttarayanam. അതായത് ഡിസംബർ 22 എന്താണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലായിരിക്കും. അപ്പോൾ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ നിന്നും സൂര്യൻ മെല്ലെ മെല്ലെ എങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ തുടങ്ങുന്നു? ഉത്തരാർദ്ധഗോളത്തിലേക്ക് ഷിഫ്റ്റ് ആവാൻ തുടങ്ങുന്നു. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് മാർച്ച് 21 ആകുമ്പോൾ കൃത്യമായിട്ട് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉത്തരായനം, ദ ടേം ഉത്തരായനം. ഓക്കെ, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത് എന്തെന്ന് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു ജൂൺ 21 ആകുമ്പോഴേക്കും ഇവിടുന്ന് സൂര്യൻ്റെ സ്ഥാനം ഇവിടെ എത്തിയിട്ടുണ്ടാകും. പിന്നെ ജൂൺ 21 മുതൽ സൂര്യൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയമാണ്. It is the position that the
sun shifts from the Tropic of Cancer to the Tropic of Capricorn from March 21 to June 21 to December 22. Okay, June 21 to December 22. അതായത് ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലുണ്ടായിരുന്ന സൂര്യൻ ജൂൺ 21 മുതൽ അതിൻ്റെ തെക്കോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്നു. അങ്ങനെ തെക്കോട്ടുള്ള പ്രയാണം ആരംഭിച്ച് ഡിസംബർ 22 ആകുമ്പോൾ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലായി എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ തെക്കോട്ടുള്ള പ്രയാണത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ southward movement of the sun from the Tropic of Cancer to Tropic of Capricorn. It is known as the term Dakshinayanam. Okay, so the seasons till here only. Next part we need to learn about the area time. Why the time differences and what are the reasons for the time differences? This all parts, this all areas we will discuss in the next class. Thanks to all. Thank you.